ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫേഴ്സാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അതിൻ്റെ അവതാരിക എഴുതിയത് മമ്മൂട്ടിയാണ്. കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടിയുടെ. അതിന് അവതാരിക എഴുതിയത് ആരാണ്? മമ്മൂട്ടി. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയതാരാണ്? കേരള പോലീസാണ്. 2023 ഓഗസ്റ്റിൽ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ജയന്തി പുരസ്കാരത്തിന് അർഹനായത് നിലവിലെ ISROയുടെ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥാണ്. 2023 ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ജയന്തി പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ്. 2023 ഓഗസ്റ്റിൽ കൊല്ലം ആഴക്കടൽ മേഖലയിൽ നിന്നും കണ്ടെത്തിയ മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ക്രസ്റ്റേഷ്യൻ ജീവിയാണ് എൽത്തൂസ അക്വാബിയോ. എൽത്തൂസ അക്വാബിയോ എന്ന് പറയുന്നത് ഈയിടെ കടലിൽ നിന്ന് കേരള സർവകലാശാല ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയ പുതിയ പരാത ജീവിയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്ന പദ്ധതിയാണ് ക്ലിക്ക്. ഭിന്നശേഷിയായ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്ന പദ്ധതി ക്ലിക്ക്. 2023 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ച കേരള സെക്രട്ടേറിയറ്റിലെ വിവിധ ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ച കമ്മിറ്റി സെന്തിൽ കമ്മിറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ആരാണ്? നികിത ജോബി. വടക്കേക്കര പഞ്ചായത്ത് എറണാകുളത്തിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടക. ബാംഗ്ലൂരിലാണ് ഈ ഒരു കെട്ടിടം നിലവിൽ വന്നത്. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ ജേതാവായത് നോഹ ലൈൽസ്. USA താരമാണ്. 2023 ഓഗസ്റ്റിൽ വേൾഡ് അത്ലറ്റിക്സിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആദിൽ സുമരിവാല. 2023 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. 2023 ലീഗ്സ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇന്റർ മിയാമി. 2023 ഓഗസ്റ്റിൽ അമേരിക്കയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഹിലരി. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ മലയാളിയാണ് ഗഫൂർ അറക്കൽ. പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ടൊയോട്ടയാണ് എത്തനോളിൽ പ്രവർത്തിക്കുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് ലഡാക്കിലെ ലേയിൽ. ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോദി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം അസം. 2023 ഓഗസ്റ്റിൽ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി, അതായത് മാജിക് റൈസ്, ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? മാജിക് റൈസ് അസം. കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് കർണാടക സംസ്ഥാനമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് മനീഷ് ദേശായി. അരുണാചൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ജിഗോങ് അപാങ് ആണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലീഷ് കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ കവിയാണ് ജയന്ത മഹാപാത്ര. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. ബ്രൈറ്റ് സ്റ്റാർ 2023 ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഈജിപ്ത്. 2023 സബ്കാ മന്ദിർ എന്ന ഹിന്ദു ക്ഷേത്രം തുറന്ന രാജ്യം തായ്വാന്. 2023 ഓഗസ്റ്റിൽ സബ്കാ മന്ദിർ എന്ന ഹിന്ദു ക്ഷേത്രം തുറന്നത് തായ്വാനാണ്. 2023 ഓഗസ്റ്റിൽ സ്കൂളുകളിൽ പർദ്ദ ധരിക്കുന്നത് വിലക്കിയ രാജ്യം ഫ്രാൻസ്. ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ? സ്ലിം എന്ന് പറയുന്നത് ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 18. ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക. താങ്ക് യു.